സഹായിക്കുവാൻ ഇറങ്ങി വരുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ ശക്തി നമ്മുടെ മേൽ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വിടുതലുകൾ കർത്താവ് നമ്മുടെ മേൽ അയച്ചുകൊണ്ടിരിക്കുന്നു. ഓർത്ത് കർത്താവിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനം ആമേൻ, ഹല്ലേലൂയ, കേൾവി മാത്രമല്ല, ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമായി പതിക്കണം. ആമേൻ, ഹല്ലേലൂയ. വെറുതെ എല്ലാ ആഴ്ചകളിലും വന്ന് നമ്മൾ കേട്ടിട്ട് പോകുകയല്ല. ഈ വചനത്തിനകത്തുള്ള വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കണം. ആമേൻ. വചനത്തിൽ എന്തെങ്കിലും പറഞ്ഞത് അത് നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കണം. എന്താ വേണ്ടത്? വചനം അതുപോലെ നമ്മൾ ഏറ്റെടുക്കണം. ആമേൻ, ഹല്ലേലൂയ. വചനം അതുപോലെ നമ്മൾ ഏറ്റെടുത്താൽ, ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം പറയാം, വചനം അയച്ച കാര്യം സാധിക്കാതെ മടങ്ങി വരത്തില്ല. ഞാൻ എല്ലാ ആഴ്ചയും നിങ്ങളോട് പറയുന്ന ഒരു പദമാണത്. വചനം അയച്ച കാര്യം സാധിക്കാതെ മടങ്ങി വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യവും വചനവും നമ്മുടെ മേൽ കർത്താവ് അയക്കട്ടെ. ദൈവത്തിന് വലിയ ശക്തിയെ തുറക്കുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒരു വേദഭാഗമൊന്ന് വേഗത്തിൽ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യവും അതിൻ്റെ 14-ാമത്തെ വാക്യവും. ലൂക്കോസിൻ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം പരീക്ഷിച്ചുകൊണ്ട്. 14-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് പറയാം. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ആമേൻ, ഹല്ലേലൂയ. വായിച്ച കുറിവാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം, അതിൻ്റെ 1-ാമത്തെ വേദഭാഗം 14-ാമത്തെ വേദഭാഗമാണ് വായിച്ചത്. നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് വായിക്കുക. ഈ മെസ്സേജിൻ്റെ സമയത്ത് നിങ്ങൾ വചനം വായിച്ച് താഴേക്ക് നോക്കിയിരിക്കരുത്. ഹല്ലേലൂയ. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. അടുത്തിരിക്കുന്ന ഒരു കരം കൊണ്ടിട്ട് പറഞ്ഞ്, പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി. ഹല്ലേലൂയ. പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം നിങ്ങളുടെ മേൽ തുറക്കാൻ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനം നിങ്ങളുടെ അകത്ത് തുറന്നിടുവാൻ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുകയാ. യേശു പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും നോക്കിയിട്ട് ഹല്ലേലൂയ, ആ പദം ഞാൻ നിങ്ങളുടെ പേരുകൾ പറഞ്ഞ് ഒന്ന് ജോയിൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്നയാള് പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി. ഹല്ലേലൂയ. നീ പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി ഇന്നിവിടെ നിന്ന് മടങ്ങി പോകുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഇന്നലകളിൽ അനുഭവിക്കാത്ത ഒരു പരിശുദ്ധയാത്മാവിൻ്റെ സാന്നിധ്യം, ഇന്നലകളിൽ രുചിച്ചറിയാൻ കഴിയാത്ത ഒരു പരിശുദ്ധയാത്മാവിൻ്റെ ഫ്ലോ ഇതിനകത്ത് ഒഴുകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ മിനിറ്റുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. യേശു പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. അടുത്തത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി കയറുമ്പോൾ, അല്ല പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല അനുഭവമായിരുന്നില്ല തനിക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. മരുഭൂമിയിലേക്ക് ആത്മാവ് കൊണ്ടുപോവുകയാണ്. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. അവിടെ ഒരു ദൈവപ്രവൃത്തി കർത്താവ് അവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. മരുഭൂമിയിലേക്ക് നടത്തി. അടുത്ത പദം എഴുതി വെച്ച്, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 1-2 ദിവസമല്ല. ഹല്ലേലൂയ. 1-2 ദിവസമല്ല, നീണ്ട ദിവസങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് പരിശുദ്ധയാത്മാവിന്റെ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് വന്ന യേശുവിനോട് 40
40 ദിവസം പിശാച് പരീക്ഷിക്കാൻ പുറകെ നടക്കുകയാ. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് കൈമാറട്ടെ. ഹല്ലേലൂയ. പിശാച് നിനക്കെതിരെ എഴുന്നേറ്റ് തലപൊക്കി വരുമ്പോ പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി ഹല്ലേലൂയ അതിനെ ശാസിക്കുവാൻ ഒരു അധികാരത്തെ ഇന്ന് നിങ്ങളുടെ നാവിനകത്ത് കർത്താവ് തുറക്കുകയാണ്. നിന്റെ പുറകെ വരുന്ന പരീക്ഷകന്റെ മീതെ ഹല്ലേലൂയ അതിനെ ശാസിക്കുവാൻ. പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 40 ദിവസം താൻ പ്രാർത്ഥനയും ഉപവാസത്തോടെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവവുമായി ഭയങ്കര കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ പരീക്ഷകൻ പുറകെ ചെന്ന് പിശാച് പുറകെ നടക്കുകയാ. എന്നിട്ട് തന്നെ പ്രവോക്ക് ചെയ്യുക. ഹല്ലേലൂയ. അവിടെ പറയും, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. എന്ന് വെച്ചാൽ ഉപവാസത്തോടെ ഇരിക്കുകയാണല്ലോ, തനിക്ക് വിശക്കുന്നുണ്ടാകും എന്ന് ഹല്ലേലൂയ പിശാചിന് നന്നായി അറിയാം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശം എന്ന് പറഞ്ഞാൽ പറയട്ടെ, നിന്റെ ഏതു കാര്യവും പിശാചിന് നന്നായി അറിയാം. ഹല്ലേലൂയ. നീ എന്താണ് അടുത്ത സെക്കൻഡിൽ ചെയ്യാൻ പോകുന്നത്, ഈ മിനിറ്റിൽ നീ എന്ത് ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അറിയുന്നത് പോലെ തന്നെ പിശാചിനറിയാം. പക്ഷെ വചനം എഴുതി വെച്ചിരിക്കുന്നു, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. പിശാചിന്റെ തന്ത്രങ്ങളെ പൊളിക്കുക. പരിശുദ്ധ ആത്മാവിനെ ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ മേൽ ആക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിന്റെ നിറവിൽ നീ ഒരു വാക്ക് പറയുമ്പോ നിന്റെ പുറകെ വരുന്ന പരീക്ഷകൾ ഹല്ലേലൂയ ഓടിപ്പോകുമെന്ന്. അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ആ ദിവസങ്ങൾ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. യേശു ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ യേശുവിനെ വിശന്നു. ഭക്ഷിക്കാതിരിക്കുമ്പോൾ നോർമലായിട്ട് ആർക്കാണെങ്കിലും അത് കഴിയുമ്പോൾ വിശക്കും. അന്നേരമാണ് പിശാച് തലപൊക്കി വരുന്നത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് നീ അടുത്ത സെക്കൻഡിൽ നിന്റെ ലൈഫിനകത്ത് ഏത് സാഹചര്യത്തിനകത്താണോ നീ പോകുന്നത്, ആ സാഹചര്യത്തിനകത്ത് ഹല്ലേലൂയ ചില സാധ്യതകളെ പിശാച് കൊണ്ടുവന്നിടുകയാ. ആ സാഹചര്യത്തിനകത്തേക്ക് നിന്നെ തിരിക്കുവാൻ, നിന്നെ ഡൈവേർട്ട് ചെയ്യുവാനുള്ള സാധ്യതകളെ പിശാച് കൊണ്ടുവന്നിടുകയാ. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി എഴുന്നേറ്റ് വരുന്ന മനുഷ്യൻ വിശക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് നന്നായി അറിയുന്ന പിശാച് പറയാ, നിനക്ക് ഹല്ലേലൂയ ആഹാരമല്ലേ ആവശ്യം. യേശുവോട് പറയുന്നൊരു പദമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് എഴുതിയിരിക്കുന്നു. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞ നമ്മുടെ മേൽ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ ഒന്നുകൂടെ നിങ്ങൾ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പദം ഇങ്ങനെ വളരെ ശാന്തമായി പറയുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞാൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് നമുക്ക് എതിർത്തു നിൽക്കാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. പിടികിട്ടിയവർക്കാ ഞാൻ സ്തോത്രം ചെയ്യുകയാ. പരിശുദ്ധ ആത്മാവ് നിന്റെ അകത്ത് അളവില്ലാതെ നിറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക്, നിനക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയോ? പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, സെൻസ് ചെയ്യുവാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം പ്രാർത്ഥിക്കുക, കർത്താവേ അതിനെ തിരിച്ചറിയാൻ ആ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയെ എൻ്റെ ഈ മൺകൂടാരത്തിനകത്ത് അളവില്ലാതെ ഒന്ന് തുറക്കണമെന്ന് ഈ 26 പ്രാരംഭത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയെ എൻ്റെ മേൽ. യേശു സ്നാനം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴും പരിശുദ്ധ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരികയാ.
ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ അങ്ങനെയുള്ള അനുഭവങ്ങളെ ഉണ്ടാകുവാൻ, ഇന്നിവിടിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുവാൻ, വചനം കേൾക്കുവാൻ മാത്രമല്ല വചനത്തിനൊരു ഔട്ട്കം ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്ന വചനം നമ്മുടെ അകത്ത് അതുപോലെ സംഭവിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയാം, വെറുതെയായി 2 മണിക്കൂർ ഇരിക്കുന്നത്. ഹല്ലേലൂയ. വെറുതെയാ നീ കയറി വന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, വചനം നിന്റെ അകത്ത് ചലിക്കാൻ തുടങ്ങുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലൊന്ന് മാറ്റങ്ങളെ നിങ്ങൾ പറയണം, പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധയാത്മാവ് നിറഞ്ഞ് നിങ്ങൾ വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് പിശാചായിരിക്കും. പക്ഷെ അതിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള പദ്ധതി നിനക്ക് ദൈവം തരും. ഒരുപക്ഷെ ഞാൻ പറയാം, അത് ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും അത് നമ്മുടെ മുന്നിൽ വരുന്നത്. ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വരുമ്പോൾ പരിശുദ്ധയാത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ പിശാച് ഒരുക്കുന്ന ഏത് പദ്ധതിയെയോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയോ. ഇന്ന് ഞാൻ ചില വീടുകളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്. എൻ്റെ മുന്നിലേക്ക് ദൈവജനത്തെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. പരിശുദ്ധയാത്മാവ് നിങ്ങളുടെ അകത്ത് അധികമായി ഇറങ്ങുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, അധികമായി വർദ്ധിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ ഇത് പോരാ, അതിനും അളവിൽ എനിക്ക് നിറച്ചു തരണമേ. അന്ത്യകാലത്ത് നിൽക്കുക പരിശുദ്ധയാത്മാവിന്റെ അളവില്ലാത്ത ശക്തിയെ എൻ്റെ അകത്ത് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം ഇന്ന് യേശു പറഞ്ഞു, യേശു പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി. ഇന്ന് പകൽ രാത്രി പറയണം, ഞാൻ പരിശുദ്ധയാത്മാവ് നിറഞ്ഞാണ്. ഞാൻ പരിശുദ്ധയാത്മാവ് നിറഞ്ഞാണ്. ഈ ആലയം വിട്ടു പോകുന്നത് കർത്താവ് ആരൊക്കെയോ ഇന്ന് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാ. കർത്താവ് ആരൊക്കെയോ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാ. എന്തിനാണെന്ന് അറിയാമോ? ചില പൈശാചിക തന്ത്രങ്ങൾക്ക് നേരെ എതിർത്തു നിൽക്കുവാ, ചില പൈശാചിക പദ്ധതിക്ക് മേലെ എതിർത്തു നിൽക്കുവാ. അളവില്ലാത്ത പരിശുദ്ധയാത്മാവിന്റെ ശക്തി. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച, ഹല്ലേലൂയ, കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ദൈവം ഇന്ന് നിന്റെ മേൽ അപ്പം ഒന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായാൽ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയും. താഴേക്ക് വായിച്ചു വന്നു കഴിയുമ്പോൾ 13-ാമത്തെ വാക്യം വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, യേശു അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. ആമേൻ. അപ്പൊ പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി വന്നാൽ, നീ നിന്നാൽ, നീ ഒരു ദേശത്ത് നിന്നാൽ, നീ ഒരു വീടിനകത്ത് നിന്നാൽ, നീ ഒരു പട്ടണത്തിനകത്ത് നിന്നാൽ, ഹല്ലേലൂയ, പിശാചിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ഹെക്സിബ സിസ്റ്ററെ, പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി നീ ഒരു വീടിനകത്തുണ്ടെങ്കിൽ പിശാചിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. കുറെ നാളത്തേക്ക് സകല പരീക്ഷകളും മാറ്റി വെച്ചിട്ട് നിന്റെ മുന്നിൽ സറണ്ടർ ചെയ്യുമെന്ന്. നിന്റെ മേൽ പരിശുദ്ധയാത്മാവിന്റെ ശക്തി അളവില്ലാതെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ പിശാച് നിന്റെ മുന്നിൽ ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. പരിശുദ്ധയാത്മാവിന്റെ ശക്തിയെ ഇന്ന് കർത്താവ് നിന്റെ മേൽ നിറയ്ക്കുകയാ. ഹല്ലേലൂയ. ആഴത്തിലുള്ള ആത്മാവിന്റെ ശക്തി ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരുടെ മേൽ കർത്താവ് ശക്തിയോടെ തുറക്കുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് ഹല്ലേലൂയ നിങ്ങളുടെ മേൽ കർത്താവ് അധികമായി തുറക്കുന്നു. കുഞ്ഞുങ്ങളുടെ മേൽ അത് ദൈവം തുറക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മേൽ അത് യേശുവിന്റെ നാമത്തിൽ. ഒരു വ്യത്യസ്തനായി കർത്താവ് ഇന്ന് നിന്നെ മടക്കി അയക്കുകയാ. നീ ഇങ്ങോട്ട് വന്നതുപോലെയല്ല. പരിശുദ്ധ ആത്മാവിന്റെ അധികമായ ശക്തിയെ നിന്റെ അകത്ത് തുറക്കുവോ.
പ്രാർത്ഥിച്ചോ. ചിലരുടെ മേലൊക്കെ അസാധാരണമായ ശക്തി തുറക്കുന്ന ഞാൻ കാണുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ശക്തി അധികമായി 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 കർത്താവ് തുറക്കുന്നു. ഹല്ലേലൂയ. അളവില്ലാതെ നിറയണമേ. കരപടിക്കാമെങ്കിൽ നന്നായി കരപടിച്ച. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പിശാച് സകല പരീക്ഷകളും തികച്ച ശേഷം ഇന്ന് നിന്റെ മുന്നിൽ പിശാച് ഓടിപ്പോകുകയാ. ആത്മാവ് നിറഞ്ഞവനായി നീ പട്ടണത്തിനകത്ത് കാലുകുത്തിയ ആ പട്ടണത്തിലെ പൈശാചിക മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ അങ്ങനെയുള്ള അഭിഷേകം നീണ്ട വർഷങ്ങളായി നിന്റെ പുറകെ നടന്ന നിന്നെ ശല്യം ചെയ്യുന്ന പൈശാചിക ശക്തികളുടെ മേൽ ഇന്ന് പകൽ ആത്മാവ് നിറഞ്ഞവനായി ഇറങ്ങി നിൽക്ക്. ആത്മാവ് നിറഞ്ഞവനായി എഴുന്നേക്ക്. ഒരു വലിയ അധികാരത്തെ കർത്താവ് ഇന്ന് കൈമാറുകയാ. ഒരു വലിയ അധികാരത്തെ, ഒരു വലിയ അധികാരത്തെ, ഒരു വലിയ അധികാരത്തെ മോനെ നീ പ്രാർത്ഥിച്ചോ. നിന്റെ മേലെ ഒരു വലിയ അധികാരം കർത്താവ് കൈമാറുന്നു. ഒരു വലിയ അധികാരം, ഒരു വലിയ അധികാരത്തെ പൈശാചിക കുടിയിരിപ്പുകളുടെ മേൽ ഒരു വലിയ അധികാരം തുറക്കുന്നല്ലോ തുറക്കുന്നല്ലോ തുറക്കുന്നു. ആത്മാവിന്റെ ശക്തി ഇതിനകത്ത് ശക്തിയോടെ എനിക്കറിയാം അസാധാരണമായ ശക്തി ചിലരുടെ മേൽ തുറക്കുന്നത് കാണുന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ഓരോന്നിനും പേര് പറഞ്ഞിട്ട് പറയുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അളവില്ലാതെ പ്രവർത്തന അസാധാരണമായി പരിശുദ്ധാത്മാവ് തൊടുന്നു തൊടുന്നു തൊടുന്നു. ചില ശരീരങ്ങളുടെ മേൽ അസാധാരണമായ നിലയില ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വരികയാ. ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വരികയാ. ദൈവ മനുഷ്യൻ ശരണമായി വന്ന് നിൽക്കുകയാ. അളന്നു നോക്കുകയാ. മുട്ടോളം അനന്നു. അരയോളം അനന്നു. അരിയാഴിയോളം അനന്നു. അവസാനം നീന്തിയിട്ടല്ലാതെ പരിശുദ്ധ ആത്മാവേ പരിശുദ്ധ ആത്മാവിന്റെ ഫ്ലോ അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ പാടിക്കേ പാടിക്കേ പാടിക്കേ. അളവില്ലാതെ 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 നിറയണമേ. അളവില്ലാതെ നിറയണമേ. ഓ പരിശുദ്ധ ആത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവന്റെ മുന്നിൽ
ഒരു പട്ടണഭൂതത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന്, ഒരു ദേശത്തിന്റെ അധിപതിക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന്, ഒരു പാരമ്പര്യത്തിന്റെ ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന്, അടുത്ത നിന്റെ ശുശ്രൂഷകൾക്ക്, അടുത്ത നിന്റെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന പരീക്ഷകന്റെ പൈശാചികന്റെ പദ്ധതികളെ പൊളിക്കുവാൻ ഒരു അസാധാരണ ആത്മമണ്ഡലം റിലീസ് ആകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ കർത്താവിനെ അസാധാരണമായി ഉപയോഗിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിറവിനെ, ദൈവത്തിന്റെ നിറവിനെ, പരിശുദ്ധ ആത്മാവിന്റെ ശക്തി അളവില്ലാതെ അളവില്ലാതെ. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അങ്ങനെ പിശാച് സകല പരീക്ഷകളും തികച്ച ശേഷം, സകല പരീക്ഷകളും തികച്ച ശേഷം കുറെ കാലത്തേക്ക് വിട്ടുമാറി. അവനെ വിട്ടുമാറി പുറകെ നടക്കുക. യേശു ഉപവസിക്കുന്നു, അതിനുശേഷം വിശക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഓരോ തന്ത്രം കൊണ്ട് പുറകെ നടക്കുക. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ. നാളുകളായി നിന്റെ വീടിനകത്ത്, നാളുകളായി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പുറകെ നടക്കുന്ന പരീക്ഷകൻ ഇനി കാണത്തില്ലെന്ന്. ഓ, എനിക്കറിയത്തില്ല. ഇന്ന് നിന്റെ അകത്ത് ഈ ആത്മാവ് കത്താൻ തുടങ്ങിയ, ഈ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയ, ഏതു രൂപത്തിൽ എഴുന്നേറ്റ് വരുന്ന പരീക്ഷകനാണെങ്കിലോ, ഏതു രൂപത്തിൽ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായാൽ പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയാം, തിരിച്ചറിയാം. അടുത്ത പദം 14 വായിച്ചേ കുഞ്ഞേ. പരന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അടുത്തത്, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പരന്നു. ഹല്ലേലൂയ. ചുറ്റുമുള്ള നാട്ടിലൊക്കെ പരന്നു. ഇന്ന് നിന്റെ വീടിനെ പറ്റിയോ, നിന്റെ സാഹചര്യത്തെ പറ്റിയോ, നിന്റെ നാട്ടില് ഒട്ടും വിലയില്ലാതെ സംസാരിക്കുന്നതെങ്കിൽ എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ കണക്ട് ചെയ്യുന്നു. പക്ഷെ പരിശുദ്ധ ആത്മാവ് നിറഞ്ഞ നിന്റെ ശ്രുതി നാട്ടിൽ പരക്കാൻ തുടങ്ങുകയാ. ഹോ റബ ശംദൽ പ്രഭാർദേരിയ ചുടാലമരഗാധരാധല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വീട് ശൂന്യമാണെന്ന് പറഞ്ഞിടത്ത് ഹല്ലേലൂയ. അളവില്ലാതെ നിറയണമേ, അളവില്ലാതെ നിറയണമേ. ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയോടെ യേശു ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അപ്പം അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പരന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പരന്നു. ഞാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കി, നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയോ കുഞ്ഞുങ്ങളെ, പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി നീ ഒരു കോളേജിനകത്ത് പോയാ, നീ ഒരു ഓഫീസിനകത്ത് പോയാ, നീ ജോലി ചെയ്യുന്നിടത്ത് പോയാ, നിങ്ങൾ സ്കൂളിൽ പോയാ, നിങ്ങളെ പറ്റിയുള്ള ശ്രുതി ആ സ്കൂളിൽ പരക്കുമെന്ന് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. നീ ഒരു പട്ടണത്തിനകത്ത് ചെന്ന നിന്നെ പറ്റിയുള്ള ശ്രുതി നിന്നെ നോക്കി മോശം പറഞ്ഞവരുടെ, നിന്നെ നോക്കി പരാജയമെന്ന് പറഞ്ഞവരുടെ മുന്നില് പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
എന്നിട്ട് നാട്ടിലൊക്കെ അപ്പൊ പരക്കും. പരിശുദ്ധാത്മാ നമ്മുടെ മേലുണ്ടെങ്കിൽ നാട്ടിൽ നമ്മളെ പറ്റിയുള്ള ശ്രുതി ഉണ്ടാകുമെന്ന്. ഇപ്പൊ നമ്മൾ ഏതോ ഒരു മാവേലിക്കരയുടെ ഏതോ ഒരു മൂലയില് നമ്മൾ ഒതുങ്ങിക്കൂടിയിരിക്കുകയാ. ഹല്ലേലൂയ. ഏതോ ഒരു മൂലയില്. പക്ഷെ ഞാൻ ആത്മാവിൽ ഈ ജനുവരി മാസത്തിൽ നിങ്ങളോടൊരു പ്രവചന ശബ്ദം കൈമാറാം. ഹല്ലേലൂയ. ഈ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ നീ നിറഞ്ഞാൽ ഹല്ലേലൂയ, നാട്ടിൽ പറയാൻ തുടങ്ങോ, ഇന്നടത്തൊരാളുണ്ട്, ഇന്നടത്തൊരാളുണ്ട്, പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയുള്ള ഒരു ദൈവ മനുഷ്യൻ. ഹല്ലേലൂയ. അതുവഴി പോയപ്പോ സഹോദരി പറയുകയാ, ഹല്ലേലൂയ, അതിനെ കൂടെ കൂടെ പോകുന്നവൻ ഒരു ദൈവ മനുഷ്യനാണ്. അതിനെ കൂടെ കൂടെ പോകുന്നവൻ ഒരു ദൈവ മനുഷ്യനാണ്. അവനെ നമ്മുടെ വീടിനകത്ത് അവസരം എന്ന് വെച്ചാൽ പരിശുദ്ധ ആത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ ചിലത് തിരിച്ചറിയുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സഹോദരിക്ക് എങ്ങനെ മനസ്സിലായത്? പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് കയറി വന്നതുകൊണ്ട് ഞാൻ ഭാഗം ഒന്ന് പറഞ്ഞത്. ഈ സഹോദരിക്ക് എങ്ങനെ മനസ്സിലായത്? ഹല്ലേലൂയ, ഇതിലെ കൂടെ കൂടെ പോയ മനുഷ്യൻ ദൈവ മനുഷ്യനാണെന്ന്. മകളുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ദൈവ മനുഷ്യന്റെ അകത്തുള്ള പരിശുദ്ധ ആത്മാവിനെ തിരിച്ചറിഞ്ഞെന്ന് ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ. നീ ഒരു ഹല്ലേലൂയ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അടുത്തു നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകണോ, ഇവനിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. എനിക്കറിയത്തില്ല. മാവേലിക്കര പട്ടണത്തിനകത്തുകൂടെ നീ നടന്നു പോകുമ്പോൾ പറയണോ, ഈ സാധാരണ ആൾക്കാർ നടന്നു പോകുന്ന പോലെ അല്ല. ഹല്ലേലൂയ. പത്രോസും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവദാസന്മാരും നടന്നു പോകുമ്പോൾ അടുത്തൊരു ദൂത് ഞാൻ പറയാം. പരിശുദ്ധ ആത്മാവിൽ നീ നടന്നു പോയാ നിന്റെ നിഴല് തട്ടിയാൽ രോഗികൾ സൗഖ്യമാകൂ. പരിശുദ്ധ ആത്മാവിൽ നീ നടന്നു പോയാ, ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നീ നടന്നു പോയാ നിന്റെ നോട്ടത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കോ. നിന്റെ റൂമാലുകൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കോ. തകർന്നൊരു വീടിനകത്തേക്ക് നീ കയറി ചെന്നാൽ നിന്റെ മേൽ കിടക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ആ വീടിനകത്ത് ദൈവത്തിന്റെ ശക്തിയെ വിളിച്ചു വരുത്തുമെന്ന് പരിശുദ്ധ ആത്മാവ് നിറഞ്ഞൊരു ദൈവ മനുഷ്യൻ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുകയാ. അവിടെ ഒരു സഹോദരി പറയുക, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാ. പക്ഷെ അവന്റെ മേൽ കിടക്കുന്ന ആത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെടാൻ തുടങ്ങിയപ്പോ മരണത്തെ പൊട്ടിക്കുവാ. എന്തോ ആത്മാവനോട് പ്രവചിക്കുന്നു. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവരായി കർത്താവ് നിങ്ങളെ ചിലയിടത്തേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. ചില വീടുകൾക്കകത്തേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചോ, കർത്താവ് പരിശുദ്ധ ആത്മാവ് നിറച്ച് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി, അടുത്ത നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ചിലയിടത്ത് അയക്കാൻ. ഓ റബലബരബ ശബ്ദൽ പ്രഭാതേരിയ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലിയിലേക്ക് മടങ്ങി. അവൻ ഗലിയിലേക്ക് മടങ്ങി. അളവില്ലാതെ നിറയണമേ, അളവില്ലാതെ നിറയണമേ. അടുത്തത്, അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞാൽ നീ ദേശത്ത് നാട്ടിലൊക്കെ നിന്നെ പറ്റിയുള്ള ശ്രുതി ഉണ്ടാകും. അടുത്തത്, നിന്റെ അകത്തു വചനങ്ങളുടെ ആഴങ്ങൾ തുറക്കും. ഹല്ലേലൂയ. നിന്റെ അകത്ത് വചനങ്ങളുടെ ആഴങ്ങൾ തുറക്കും. പറയാൻ കഴിവില്ല, അറിയത്തില്ല, വചനം എങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വചനം എഴുതി വെച്ചിരിക്കുന്നു, അവൻ നിന്നെ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ.
അടുത്ത പദം എനിക്ക് ഒത്തിരി ഇഷ്ടം. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞാൽ അവൻ